ദൈവത്തിൻ
Glory to God. God bless you, sister. கர்த்தர் நம்ம காலையில் ஆசீர்வதிப்பாராக. இப்பொழுது நம்ம மத்தியிலே பாஸ்டர் பீட்டர் உண்டு. அவர் வந்து ஒரு 10 நிமிஷம் ஒரு அனுபவ சாட்சி நம்ம இடத்துல பகிர்ந்து கொள்வார். യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് KM പീറ്റർ എന്നാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. കഴിഞ്ഞ 20-ലധികം വർഷമായി മലബാറിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 2 അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനാണ് ദൈവസന്നിധിയിൽ ഞാനിന്ന് നിൽക്കുന്നത്. ഒന്ന്, ഞാൻ കാസർഗോഡ് ടൗണിൽ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമുള്ള ഒരു ടൗണാണ് കാസർഗോഡ് ടൗൺ. ഞങ്ങൾ കുടുംബമായി ഫാമിലിയായി അവിടെ പ്രവർത്തനത്തിനായി കടന്നുപോയി. 2 മക്കളും ആ സന്ദർഭത്തിൽ എനിക്കുണ്ട്. മൂത്തത് മോന്, രണ്ടാമത്തെ മോള്. 2 മക്കളും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. വളരെ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് മുമ്പുള്ള 2 സുവിശേഷകരെ അവിടുന്ന് അടിച്ചോടിച്ച സ്ഥലമാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലം. മുസ്ലിങ്ങളും ഹിന്ദുക്കളും അധികമുള്ള സ്ഥലമാണ്. മലബാർ ആ ഭാഗത്താണ് ഈ കാസർഗോഡ് എന്ന് പറയുന്ന പട്ടണം. അവിടെ ഞങ്ങളായിരുന്നപ്പോൾ, ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം രാവിലെ 4 മണിക്ക് കർത്താവ് എന്നെ ഒരു ദർശനം കാണിച്ചു. വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച 2 അനുഭവങ്ങൾ പറയും. അതിലൊന്ന് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഒന്നും അല്ല, മറ്റൊരു അനുഭവം പറയും. 4 മണി സമയമായപ്പോൾ ഞാൻ നല്ല ബോധത്തിലാണ്. കർത്താവ് എന്നെ യേശുവിന് എന്നെ ഒരു ദർശനം കാണിച്ചു. അണങ്കൂർ എന്ന് പറയുന്ന ഞാൻ താമസിക്കുന്ന കളക്ടറേറ്റിന്റെ വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഡിസ്ട്രിക്ട് ടൗൺ ആണ്. അണങ്കൂർ എന്ന് പറയുന്ന 1 കിലോമീറ്റർ അപ്പുറമുള്ള ടൗണിന്റെ ഒരു വലിയ ഫർണിച്ചർ ഷോപ്പ് എന്നെ കാണിച്ചു. ഒരു 3 നില വലിയൊരു ഫർണിച്ചർ ഷോപ്പ് ഞാനത് കണ്ടു. ഒരു ഐവറി കളറാണ് അതിന് പെയിന്റ് അടിച്ചിരിക്കുന്നത്. കൃത്യമായ ആ ബിൽഡിംഗ് ഞാൻ കണ്ടു. വലിയ ബിൽഡിംഗ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് റോഡുണ്ട്. ആ റോഡ് എന്നെ കാണിച്ചു. എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിലുള്ള വീടുകൾ എണ്ണാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഞാൻ ദർശനം കാണുകയാണ്. 1, 2, 3, 4, 5 അവിടെ നിർത്താൻ പറഞ്ഞു. 5ാമത്തെ വീടുകൾ. ആ വീട്ടിൽ നാളെ നീ ഉണർന്നു പോകും. ഞങ്ങള് അത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഞങ്ങള് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ ചൊവ്വാഴ്ചയും വേർതിരിച്ച കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. അന്നേരം ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, എപ്പോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകണമെന്ന്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകണമെന്നോ? പ്രാർത്ഥന കഴിഞ്ഞ പാടെ പോകണമെന്നോ? അവർ 1 മണിക്ക് പ്രാർത്ഥന കഴിയും. അന്നേരെ ഓർമ്മ തുറന്നു. പരിശുദ്ധാത്മാവോട് എന്നോട് പറഞ്ഞത് ഹിന്ദു വീടാണെന്ന്, ഹൈന്ദവ വീടാണെന്ന്. ഞാൻ എഴുന്നേറ്റു. എൻ്റെ വൈഫിനെ വിളിച്ചു. ഇങ്ങനെ ഒരു ദർശനം കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച കുറച്ച് സിസ്റ്റേഴ്സൊക്കെ വന്നു. ജോലികളുള്ളവരൊക്കെ പകല് വരത്തില്ല. സിസ്റ്റേഴ്സൊക്കെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇതുപോലെ ഈ ദർശനം അവരോട് ഷെയർ ചെയ്തു. അങ്ങനെ കൃത്യം പ്രാർത്ഥന കഴിഞ്ഞ് 1 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റ്. ബൈബിൾ എടുക്കാൻ അവിടെ പറ്റത്തില്ല, കാരണം എതിർപ്പുകളുണ്ട്. ആ ഭാഗം മുഴുവൻ BJP-ക്കാരുടെ സ്ഥലം. ഒരു ഭാഗം BJP-ക്കാരുടെ, ഇങ്ങേ ഭാഗം മുസ്ലിങ്ങളുടെ. അങ്ങനെയുള്ള ഒരു സെന്ററാണ് അണങ്കൂർ എന്ന് പറയും. ഞാൻ ഇതേപോലെ അവിടെ എത്തി. കൃത്യം ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല. ഭക്ഷണം കഴിക്കരുത്, പ്രാർത്ഥന കഴിഞ്ഞാണ് പോകണമെന്ന് എണ്ണി. 1, 2, 3, 4, 5. 5ാമത്തെ വീട്ടിൽ ഞാൻ അവിടെ ചെന്നു. 5ാമത്തെ വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ 2 നില ബിൽഡിംഗ് ആണ്. ഞാനൊരു ബെല്ലടിച്ചു. ഒരു 65 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ഏനു, കന്നഡ ഭാഗം കൂടുതലാണ്. ഏനു എന്ത് എന്ന് ചോദിച്ചാൽ ഏനു എന്ന് ചോദിച്ചു. അവരുടെ ആണുങ്ങളായില്ലേ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സീതാറാം എന്ന് പറയുന്ന ഒരു ടീച്ചർ, ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് ഇന്നലെ സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചു. ഇരിക്കാൻ പറഞ്ഞു. സിറ്റൗട്ട് അവിടെ തന്നെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു ബാഗ് എടുത്ത് കാണിച്ചു.
ഈ വായിക നിങ്ങൾ വന്നത് ഞാൻ വിശ്വസിക്കുകയില്ലായിരുന്നു. എന്നോട് ദൈവം ഇടപെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. അല്ലെ ഞാൻ ഇരിക്കുകയില്ല. കാരണം 38 വർഷമായി ആ ഭാഗത്തെ ഗുരുസ്വാമിയാണ് ഈ സീതാറാം എന്ന് പറയുന്ന ഈ മാഷ്, ഈ സാർ അധ്യാപകൻ. അദ്ദേഹം തലേന്ന് രാത്രി സാമ്പത്തികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ബിസിനസ്സൊക്കെ നഷ്ടമായി. മക്കൾ ഒരാൾ ഉടുപ്പിയിൽ ഒരു ബിസിനസ് നടത്തുന്നു, അത് നഷ്ടമായി. ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ഷോപ്പ് മോള് കാസർഗോഡ് നടത്തുന്നു, അത് ആകപ്പാടെ ലോസിലാണ്. അന്നേരം ആകപ്പാടെ ഒരു വല്ലാത്ത പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. അന്നേരം തലേന്ന് രാത്രി 10 മണിയായപ്പോൾ കിടക്കാൻ നേരത്ത് ഈ സീതാറാം എന്ന് പറയുന്ന ഈ സാറ് ചോദിച്ചു, ഞാൻ ഇത്ര 38 വർഷമായി ഈ ഗുരുസ്വാമിയായിട്ട് പോകുന്നു, ജീവനുള്ള ഒരു ദൈവമില്ലേ എന്ന് രാത്രി 10 മണിക്ക് ഞാൻ ചോദിച്ചു. ഇതുകൊണ്ട് ഈ വായി കണ്ടു എന്ന് പറഞ്ഞു. 1 മണിക്ക് ഞാൻ കൃത്യം ഈ വായി എടുത്ത് എൻ്റെ മോന്റെ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാന് മേടിക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് ഒരിക്കലും ഉണ്ടാകുന്ന ഒരു തലകറക്കം. ഇതാ ഞാൻ ഈ മുറ്റത്ത് ഇവിടം വരെ ഇറങ്ങിയതാണ്, തലകറങ്ങിയോണ്ട് ഞാൻ കയറി വന്നതാണ്. അതുകൊണ്ടാണ് ഭാര്യ ആദ്യം വന്നതെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമായി, അതുകൊണ്ട് അവിടെ ഇരിക്കാൻ വന്നു. എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു, അതുപോലെ തന്നെ ആ വ്യക്തിയോടും സംസാരിച്ചു. പ്രിയമുള്ളവരെ, ആ ടീച്ചർ 68 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ബ്രാഹ്മണരാണ്, കന്നഡ ബ്രാഹ്മിൻസ് ആണ്. ആ കർത്താവിലേക്ക് കടന്നു വരുവാൻ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്. ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവ ജനത്തോട് ധൈര്യത്തിനായിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് ഏത് സന്ദർഭത്തിലും നിങ്ങളെ നിയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു അനുഭവം, ഒരു സൗഖ്യത്തിൻ്റെതായ ഒരു ടെസ്റ്റിമണി കൂടെ പറഞ്ഞ് ഞാൻ സമയം ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഇതുപോലെ സെൻട്രൽ സ്കൂളിന്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന രാജേശ്വരി മാഡം ഉണ്ട്. ഇപ്പം അദ്ദേഹം ഈ രാജേശ്വരി മാഡം വെല്ലിംഗ്ടൺ ഊട്ടി വെല്ലിംഗ്ടൺ സെൻട്രൽ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ. അദ്ദേഹം കാസർഗോഡ് സെൻട്രൽ സ്കൂളിന്റെ പ്രിൻസിപ്പാളായിരുന്നു ഈ രാജേശ്വരി എന്ന് പറയുന്ന ഈ മാഡം. ഈ മാഡവും ഓർത്തഡോക്സ് ഹിന്ദു കോയമ്പത്തൂർ ബ്രാഹ്മിൻസ് ആണ്. അവിടുന്ന് വിശ്വാസത്തിൽ വന്നു, കാസർഗോഡ് വിശ്വാസത്തിൽ വന്നത്. എൻ്റെ കൂടെ അവിടെയുള്ള 6 വർഷം ഉണ്ടായിരുന്നു. 6 വർഷവും നമ്മുടെ ചർച്ചിൽ വന്ന് ആരാധിക്കുകയുണ്ട്. ഈ മാഡം എന്നോട് പറഞ്ഞു, ഞാനൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വരികയാണ്, പാസ്റ്റർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ കാറ്, ഞാൻ താമസിക്കുന്ന കോട്ടയത്തിന് മുമ്പിൽ ഇറങ്ങി ഒരു വെള്ള വൈറ്റ് ഡ്രസ്സ് ധരിച്ച ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ഓർത്തു, നല്ലൊരു ബിലീവറാണെന്ന്. ബിലീവർ അല്ലായിരുന്നു, അമൃതാനന്ദമയി ദേവിയുടെ ഒരു ഫോളോവറാണ്. അതുകൊണ്ട് വൈറ്റ് ആണ് അവരെടുത്തത്. ഈ രാജേശ്വരി മാഡം പറഞ്ഞു, ഈ പുഷ്പയാന്റിയുടെ മോളെ സെൻട്രൽ സ്കൂളിൽ ചേർക്കാൻ, ഡിസ്ട്രിക്ട് ജഡ്ജാണ്, സെൻട്രൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വന്നു. എനിക്കും തെറ്റുപറ്റി. പക്ഷേ ഞാൻ ബിലീവറാണെന്ന് ഓർത്ത് പ്രയറിനെ കുറിച്ച് പറഞ്ഞു. പ്രയർ ആണോ, അത് കുഴപ്പമില്ല, ഏത് ദൈവത്തോടാണെങ്കിലും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ബന്ധിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേരം നോക്കുമ്പോൾ അമൃതാനന്ദമയി ദേവിയുടെ ഒരു ഫോളോവറാണ്. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്നേരം പുഷ്പയാന്റി പറഞ്ഞു, എനിക്ക് ഒരു സൗഖ്യം ലഭിച്ചാൽ ഞാൻ നിശ്ചയമായിട്ടും വിശ്വാസത്തിൽ വരാമെന്ന് പറഞ്ഞു. അന്നേരം എന്താണ് വിഷയം? അവര് വേറൊരു സ്ഥലത്ത് ജില്ലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ടൈൽസിൽ വെള്ളം ഇങ്ങനെ ഉണ്ടായിരുന്നു. ടൈൽസ് ഇങ്ങനെ വഴുതിയിട്ട് തെന്നിയിട്ട് ഈ പുറം ഇവിടെ അടിച്ച് വീണു. എന്നിട്ട് 6 മാസത്തേക്ക് അനങ്ങാൻ മേലാതെ ഇങ്ങനെ ഒരേ ബെഡിൽ ഒരേപോലെ കിടന്നു. ഇപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു പണി എടുക്കാൻ പറ്റത്തില്ല. എനിക്കൊരു സൗഖ്യം കിട്ടുവാണെങ്കിൽ നിശ്ചയമായിട്ടും വരാമെന്ന്. അന്നേരം അത് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിക്കുന്ന ദൈവമാണ്. രാജേശ്വരി മാഡത്തിന്റെ ആ കോട്ടേഴ്സിൽ ഞങ്ങൾ ഇരുന്ന് ഒരു റൗണ്ടിൽ ഒരു പ്രയർ സെൽ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു 10 പേരേ ഉള്ളൂ. 10 പേര് ഹിന്ദുക്കളാണ് കൂടുതലുമുള്ളത്. ഞങ്ങൾ 10 പേര് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ചു. കൈ കോർത്ത് പിടിച്ച്, എൻ്റെ വൈഫുണ്ട്, ഞങ്ങളെല്ലാവരും കൈ കോർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഈ പുഷ്പയാന്റി എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ മേലുള്ള ഭൂതം പിശാചി ഞങ്ങൾ ഇളകി. പ്രിയമുള്ളവരെ, ആമേൻ, സ്തോത്രം അങ്ങ് പോയി. ആമേൻ. നീണ്ട വർഷം ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന, ഒരു ജീവിക്കുന്നുണ്ടെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന ആ പുഷ്പയാന്റിയെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാണ്. അവരുടെ സാക്ഷ്യം കേൾക്കണമോ? 2 പേരൊക്കെ മെയ്ഡൻ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ. 2 മെയ്ഡൻ. ആ 2 പേരെയും പുഷ്പയാന്റി അവർ പറഞ്ഞു വിട്ടു. എല്ലാം യേശു എനിക്ക് ആരോഗ്യം തന്നു, പിന്നെ എന്തിനാ ഇവരെ നിർത്തുന്നത്? എല്ലാ ജോലിയും അവർ ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെയായി. ആ പുഷ്പയാന്റിയെയും ഒറ്റ മോളേ ഉള്ളൂ, ആ മോളെയും അവിടെ അവർ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഈ 2 സാക്ഷ്യം ഞാൻ പറഞ്ഞത്, കർത്താവ് യേശു ക്രിസ്തു ഇന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്ന ദൈവം. നാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കൊർന്നല്യോസിനോട് എങ്ങനെ ഇടപെട്ടുവോ അതുപോലെ നമ്മളോട് മാത്രമല്ല അവരോടും ഇടപെട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും?
നയിക്കും. അതുമാത്രമല്ല, രോഗത്താലോ സാമ്പത്തികമായ ക്ലേശങ്ങളാലോ ഭൂതങ്ങളുടേതായ പ്രശ്നങ്ങളാലോ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, അവൻ കുടുംബത്തിലോ അവൻ ജോലിയിലോ വ്യക്തിപരമായ ജീവിതത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാ പ്രശ്നത്തിനും എല്ലാ രോഗത്തിനും അവൻ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: കർത്താവായ യേശു ക്രിസ്തു ഇന്നും സൗഖ്യം തരുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ മതിയായ കർത്താവാണ്. ആ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളിപ്പോഴും കാസർഗോഡ് ജില്ലയിൽ തന്നെ അസംബ്ലി സഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ മറ്റേ കണ്ണൂർ ജില്ലയിലൊക്കെ ആയിരുന്നു, അവിടെ പ്രസ്ബിറ്ററൊക്കെ ആയിരുന്നെങ്കിലും ഇവിടുത്തെ സുവിശേഷ വേലക്കാർ വളരെ ചുരുക്കമാണ് കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പോൾ നീലേശ്വരം എന്ന് പറയുന്ന മുനിസിപ്പൽ ടൗണിൽ കർത്താവിന് വേല ചെയ്യുന്നു. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക, അവസരം നൽകുക. ഇവിടെയുള്ള ബഹുമാന്യ കർത്തവൃത്യന്മാരെ, ദൈവജനത്തെ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥന ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദിവസം ഇരുന്നുകൊള്ളുന്നു. സഹായിക്കുമാറാണ്.